ഹലോ മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ആൾ. എനിക്കിന്നൊരു നല്ല ദിവസമായിരുന്നു. ഒരു ഗുഡ് മൂഡായിരുന്നു രാവിലെ എണീറ്റപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മൂഡായിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ തന്നെ വന്നിട്ട് നമ്മുടെ ബ്ലൈൻഡ്സ് എല്ലാം ഒന്ന് മാറ്റാമെന്ന് കരുതി. ഞാനത് ബ്ലൈൻഡ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വെയിൽ വരട്ടെ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബ്ലൈൻഡ്സ് മാറ്റുന്നത്. ബ്ലൈൻഡ്സ് ഇതുപോലെ മാറ്റാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബ്ലൈൻഡ്സ് മാറ്റിയിട്ട് കുറച്ച് പകുതിയോളം മാറ്റി കേട്ടോ. പകുതിയോളം മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ മിററുണ്ട്. മിററിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് ഷോ ഓഫ് ഫോട്ടോകൾ കാണിക്കാൻ പോകുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടോളൂ. കാണിച്ച് കുറച്ച് ഫോട്ടോ എടുത്തു ഗൈസ്. എന്നിട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഹാളിലേക്ക് വന്ന ഹാളിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ എല്ലായിടത്തും ഒന്ന് നോക്കി കേട്ടോ. അപ്പോഴാണെങ്കിൽ ഒരു ചെടിയാണ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ചെടിയൊന്ന് നോക്കിയേക്കാന്ന് കരുതി ഞാനൊന്ന് നോക്കിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അത് കുറേ ചന്ദനത്തിരി അഗർബത്തി കത്തിക്കുമ്പോൾ വരുന്ന പൊടി അതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്കി ബാമ്പ്, ഈ ചെടിയുടെ പേര് എനിക്കറിയുന്നുണ്ട്. അറിയുന്നൊരു കമ്പനിയാണ്. ഇതിൻ്റെ എനിക്കറിയുന്നത് അറിയുന്നൊരു കമ്പനിയാണ്. സ്നേക്ക് പ്ലാന്റ് ഇത് പറയുന്നത് CC പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ അറിയുന്നത്. ഇതെല്ലാം അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. ശേഷം ഞാൻ അതെല്ലാം കാണിച്ചിട്ട് കലാത്തിയം കാണിക്കാൻ ഇറങ്ങി. ഇതെന്താണെന്ന് എനിക്കറിയാം. പേരമരമായിരിക്കും അല്ലെങ്കിൽ ബ്ലാത്തി ചക്കയായിരിക്കും കേട്ടോ. ശേഷം ഞാൻ പിന്നെ കലാത്തിയം കാണിക്കാറ്. കലാത്തി ഒരുപാട് കിളിച്ചിട്ടുണ്ട്. കുറേ ഉണങ്ങിപ്പോയി, കുറേ മഞ്ഞിച്ചിലകളായി നല്ല അത്യാവശ്യം ഗുഡ് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കലാത്തിയം നടന്നപ്പോഴാണ് എനിക്ക് മറ്റേ ഇന്നലെ ഞാൻ കാണിച്ച യെല്ലോ ചെമ്പരത്തി വാടി നിൽക്കുന്നുണ്ട്. വാടിപ്പോയിട്ടുണ്ട്. പിന്നെ പുതിയൊരു മുട്ട കിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഓടി ഉണങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു റെഡും വീണ്ടുണ്ടാക്കിയിട്ട് റെഡിന് മുട്ട കിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഇതാണ് റെഡ് കേട്ടോ. ഇന്നലെ കാണിച്ച ആ പിങ്കയുടെ വാട് ഇതിന് പുതിയൊരു മുട്ട വിളിച്ച് പിന്നെ റെഡ് കിളിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടാണ്. ചെമ്പരത്തി ചെടി നോക്കിയിട്ട് പാലച്ചെടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ശേഷം ബോഗൺവില്ലാസ് ഒരുപാട് കിളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ശേഷം കുറേ ചെടി അഗ്ലോണിമ, ലക്കി ബാമ്പു, സ്പൈഡർ പ്ലാന്റ്, വാട്ടർ ലില്ലി അങ്ങനെ ഒരുപാട് ചില റോസ്, റെഡ് റോസ്, വൈറ്റ് റോസ്, യെല്ലോ റോസ് അങ്ങനെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കലാത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അടുത്തോട്ട് വന്നു. അപ്പോഴത്തേക്ക് എന്നെ ഉമ്മി വിളിച്ചു ഗൈസ്. അങ്ങനെ ഉമ്മയുടെ അടുത്ത് വരുന്നെന്ന് പറഞ്ഞിട്ട് ടാറ്റ